ഓക്കെ ഓക്കെ അപ്പോൾ നമ്മള് ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക തിയറിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതാണ്. പിന്നെ അതേപോലെ തന്നെ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതേപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയുകയില്ല. പിന്നെ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണെങ്കിൽ വ്യത്യസ്ത ഗുണവും മാസവും ഉള്ളതായിരിക്കും. പിന്നെ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ആറ്റം എന്ന് പറഞ്ഞ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഒരു ചെറിയ കണികയാണ്. ആറ്റം എന്ന വാക്ക് ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ് വന്നത്. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടനും ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. ഈ ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ കഴിഞ്ഞ ഡീൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഏതോ ഒരു സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ആറ്റത്തിന്റെ ഘടന എന്ന് പറയുമ്പോൾ ആറ്റത്തിന് സെന്ററിൽ ഉള്ള ഒരു ആറ്റത്തിന്റെ സെന്ററിൽ കാണപ്പെടുന്നതാണ് ന്യൂക്ലിയസ്. ഇവിടെ ഞാനൊരു പടം കൊടുത്തിട്ടുണ്ട്. ആറ്റത്തിന്റെ സെന്ററിൽ ഇത് ശരിക്കും പറഞ്ഞാൽ റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഒക്കെ വെച്ചിട്ടാണ് ഈ ന്യൂക്ലിയസ് ഒക്കെ കണ്ടുപിടിച്ചത്. നമ്മളിപ്പോ മെയിൻ ആയിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കണത് കേട്ടോ. ഓക്കെ, അപ്പൊ ആറ്റത്തിന് മെയിൻ ആയിട്ടും സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നതാണ് പ്രോട്ടോൺസും അതേപോലെ ന്യൂട്രോൺസും. ന്യൂക്ലിയസിന് പുറത്തായി കാണപ്പെടുന്നതാണ് ഇലക്ട്രോൺസ്. അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ കേന്ദ്രഭാഗം, അതിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയാ. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ആണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നു ആറ്റത്തിന്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓക്കെ, അടുത്തത് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ സെന്ററിലുള്ളത് പോസിറ്റീവ് ചാർജ് ഉള്ള ആറ്റത്തിന്റെ സെന്ററിലുള്ളത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്നതാണ് എന്ത്, പ്രോട്ടോൺസും അതേപോലെ തന്നെ ന്യൂട്രോൺസും. ന്യൂക്ലിയസിന് പുറത്തായി കാണപ്പെടുന്നതാണ് ഇലക്ട്രോൺസ്. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണിന്റെ ആണെങ്കിൽ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ ആണെങ്കിൽ ചാർജ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അതൊക്കെ ചോദിക്കാറുണ്ട്, PSC എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രോട്ടോണിന്റെ ചാർജ് ചോദിച്ചാൽ പോസിറ്റീവ് ചാർജ്, P ഫോർ പോസിറ്റീവ്. ന്യൂട്രോണിന്റെ ചാർജ് നോ ചാർജ്, എന്നിൽ തന്നെയുണ്ട് നോ ചാർജ്. ഇനി ചാർജ് ന്യൂക്ലിയസിനാണെങ്കിൽ പോസിറ്റീവ് ചാർജ്, പ്രോട്ടോൺസിന് പോസിറ്റീവ്, പിന്നെ ആകെയുള്ള ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് കേട്ടോ. അപ്പൊ ചാർജ് ഇല്ലാത്തത് ന്യൂട്രോൺസിന്, പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺസിന്, പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺസിന്, അതേപോലെ നെഗറ്റീവ് ചാർജ് ഉള്ളത് ഇലക്ട്രോൺസിന്. ഇനി ഇലക്ട്രോൺസ് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റുമാണ് റിവോൾവ് ചെയ്യണത്. ആറ്റത്തിന്റെ വലിപ്പമൊക്കെ നിർണ്ണയിക്കുന്നത് ഈ പറഞ്ഞ ഇലക്ട്രോൺസ് ആണ്. കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. അതിന്റെ മാസ് 9.109 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണ്. ഓക്കെ, പറ്റിയതും പഠിച്ചോളൂ, ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇനി ഇത് ലോഹങ്ങളുടെ ചാലകത എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ്. 9.109 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണ് ഇതിന്റെ ഒരു മാസം എന്ന് പറയണത്. പിന്നെ ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നു. ഇലക്ട്രോൺസ് ആണ് ഒരു രാസപ്രവർത്തനത്തിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, ഒന്നെങ്കിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുകയൊക്കെ ചെയ്യണത് ഈ പറഞ്ഞ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് പ്രോട്ടോൺ. നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് ചാർജ് ആണ്. കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ഇനി ഇത് എപ്പോഴും ചോദിക്കേണ്ടതാണ്, ഒരു ആറ്റത്തിലെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോട്ടോണാണ്. ഒരു ആറ്റത്തിലെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രോട്ടോൺസ് ആണ്. അതുപോലെ ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത്, അതാണല്ലോ നമ്മൾ പറയുന്നത് ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്. ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. മാസ് 1.6726 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ്. ന്യൂട്രോൺസിനെ നിങ്ങൾ നോക്കിയാൽ അറിയാം, മാസ് ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. 1.67 ഇൻറ്റു 49 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, P ഫോർ പോസിറ്റീവ് കേട്ടോ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. P ഫോർ പോസിറ്റീവ് എവിടെയാണ് കാണപ്പെടുന്നത്, ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. അപ്പൊ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നതാണ് ഏത്, പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഇലക്ട്രോൺസ് ആണെങ്കിൽ
ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ഒരു ആറ്റത്തിലെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ്, ഒരു ആറ്റം ഏതാണെന്നൊക്കെ തീരുമാനിക്കുന്നത് അതിന്റെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് നമ്മൾ PSCക്ക് പഠിക്കണവരൊക്കെ പഠിക്കുന്ന ഒരു കോഡാണ് പെൻ RTC എന്ന് പറഞ്ഞ. പെൻ പി എന്ന് പറഞ്ഞ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക്. മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു കോഡാണ് കേട്ടോ പെൻ RTC എന്ന് പറയും. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക് കേട്ടോ. ഓക്കെ, അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിലെ പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. എന്നാ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്ന് ചോദിച്ചാൽ അത് പ്രോട്ടോൺ ആണ് കേട്ടോ. ഇനി ആറ്റത്തിന് പല മോഡലുകളും ഇങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഒരു മോഡൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ പറയണ ഒരു മോഡൽ JJ തോംസന്റെ മോഡലാണ്. അതിനെ പറയണ പേരാണ് പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ റെസിൻ പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മുടെ തണ്ണിമത്തന്റെ ഉള്ളിൽ കുരുകൾ വിതരണം ചെയ്തിരിക്കുന്ന പോലെയാണെന്നൊക്കെ പറയുന്ന ഒരു മോഡലാണ് പ്ലം പുഡിംഗ് മോഡൽ, റെസിൻ പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നത് തോംസൺ മോഡലിനെയാണ്. ആദ്യത്തെ ആറ്റം മോഡൽ ഏതാന്ന് ചോദിച്ചാൽ PSC ആൻസർ കൊടുക്കാറ് ഈ JJ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു മോഡലാണ് റൂദർഫോർഡിന്റെ മോഡൽ. ഞാൻ നേരത്തെ പറഞ്ഞു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്താണ് അദ്ദേഹം ഈ പറഞ്ഞ ന്യൂക്ലിയസ് ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പോ ആൽഫ പാർട്ടിക്കിള് വെച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യാണെന്നും പിന്നെ മധ്യഭാഗത്ത് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടെന്നൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചു റൂദർഫോർഡിന്റെ മോഡല്. പക്ഷെ റൂദർഫോർഡിന്റെ മോഡലിന് ഒരു പരിമിതി എന്താന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്, ന്യൂക്ലിയസിനാണ് ഈ പോസിറ്റീവ് ചാർജ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൽ ചെന്ന് പതിക്കില്ലേ എന്നൊക്കെ ഒരു സംശയം വന്നു. പക്ഷെ അതിനൊന്നും അങ്ങനെയൊന്നും വരുന്നില്ല. അതിന് എന്തുകൊണ്ടാണ് റീസൺ എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ റൂദർഫോർഡിന് പറ്റിയില്ല. അപ്പൊ നെക്സ്റ്റ് വന്ന ഒരു മോഡലാണ് ബോർ മോഡൽ. അപ്പൊ ആറ്റത്തിന്റെ ആദ്യത്തെ മോഡൽ JJ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ റെസിൻ പുഡിംഗ് മോഡൽ, രണ്ടാമത്തെ മോഡൽ റൂദർഫോർഡിന്റെ മോഡൽ. റൂദർഫോർഡിന്റെ മോഡലിന്റെ വേറൊരു പേരാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നും കൂടി പറയൂ കേട്ടോ. സൗരയൂഥ മാതൃക, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ഏതാന്ന് ചോദിച്ചാൽ അത് റൂദർഫോർഡിന്റെ മോഡലാണ്. അതായത് സൂര്യന് ചുറ്റും നമ്മുടെ ഗ്രഹങ്ങൾ ഇങ്ങനെ റിവോൾവ് ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യണമെന്നൊക്കെ പറയുന്ന ഒരു തിയറിയാണ് റൂദർഫോർഡിന്റെ മോഡൽ. അതിന് പറയുന്ന ഒരു പേരും കൂടിയാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ സൗരയൂഥ മാതൃക എന്നൊക്കെ പറയണത്. അടുത്ത മോഡലാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത് ബോറിന്റെ മോഡലാണ് കേട്ടോ, ബോർ മോഡൽ ഓഫ് ആറ്റം. ഇനി ബോർ മോഡൽ അനുസരിച്ച് ഇതിപ്പോ നമ്മള് സെന്ററിലുള്ളത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യണു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണതിന് ഒരു പ്രത്യേക ഒരു സഞ്ചാര പാതയുണ്ട്. ആ സഞ്ചാര പാതേനെ നമ്മൾ പറയുന്ന പേരാണ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യണ ആ സഞ്ചാര പാതേനെ പറയണ പേരാണ് ഒന്നെങ്കിൽ ഷെൽ എന്ന് പറയാം അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയാം. ഓർബിറ്റൽ എന്ന് പറയുന്ന അടുത്തൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കും, അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക, ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്. ഇനി ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 2n² ആണ്, 2n² കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലെ. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യണത് ഒരു പ്രത്യേക സഞ്ചാര പാതയുണ്ട്. ആ സഞ്ചാര പാതേനെ നമ്മൾ പറയണ പേരാണ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്നും. ഓക്കെ, ഈ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റിന് പേര് കൊടുത്താണ് അദ്ദേഹം KLMNO അല്ലെങ്കിൽ 1 2 3 4 5 അങ്ങനെ പേരിലാണ് അദ്ദേഹം പേരിട്ടേക്കണത്. ഓക്കെ, ഇനി ഈ ഓരോ ഷെല്ലിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഷെല്ലിന് അദ്ദേഹം K ഷെല്ല്, അടുത്ത ഷെല്ലില് L ഷെല്ല്, M ഷെല്ല്, N ഷെല്ല് എന്നൊക്കെയാണ് അദ്ദേഹം പേരിട്ടാണ്. അതായത് സെൻട്രൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ആദ്യത്തെ ഷെല്ല് K ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല് L ഷെല്ല്, ഒരു പടം ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി, അടുത്ത ഷെല്ല് M ഷെല്ല്, അത് കഴിഞ്ഞത്തെ N ഷെല്ല്. ഇങ്ങനെ കുറെ ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഷെല്ലുകളുടെ പേരാണ് KLMN, അല്ലെങ്കിൽ നമുക്ക് പേരിടാം 1 2 3 4. ഇങ്ങനെയാണ് അദ്ദേഹം അതിന് പേര് കൊടുത്തത്. ഇനി അദ്ദേഹം വേറൊരു കാര്യം പറയണത്
ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും തോറും ഈ പറഞ്ഞ ഷെല്ലുകളുടെ ഊർജവും കൂടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതും ചോദിക്കാറുള്ളതാണ്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും തോറും ഷെല്ലുകളുടെ ഊർജം കൂടുന്നു. ഇനി നമ്മൾ പറഞ്ഞിപ്പോ കുറെ ഷെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. KLMN ഷെല്ലുകൾ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഇരിക്കും എന്ന് നമുക്ക് അറിയണ്ടേ. അതിന് അത് പറയുന്ന ഒരു ഫോർമുലയാണ് 2n². 2n². അതായത് ഒന്നാമത്തെ K ഷെല്ലില്, അതായത് എന്നിന്റെ വാല്യൂ 1 ആണ്. ഒന്നാമത്തെ ഷെല്ലാണ് ഈ n = 1 എന്ന് ഉദ്ദേശിക്കണത്. അത് അതിന്റെ വാല്യൂ ഇതിൽ ഇട്ട് നോക്കിയേ, 2 × 1². അപ്പൊ 2 ഇലക്ട്രോൺ ആണ് K ഷെല്ലിൽ ഉണ്ടാവുക. K ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 × 1². ഇത് എവിടെ നിന്ന് കിട്ടി? ഈ ഒരു ഫോർമുല ഉണ്ട്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് നമ്മൾ എന്തെന്ന് പറയും? അതിന്റെ കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ പറഞ്ഞ 2n² എന്ന് പറയുന്നത്. അതിൽ ഇട്ട് കൊടുത്താൽ മതി. ഒന്നാമത്തെ ഷെല്ല് 2 × 1². ഒന്ന് ഷെല്ലിന്റെ ഒന്നെങ്കിൽ 2 × ഒന്നാമത്തെ ഷെല്ല് ആയതുകൊണ്ടാണ് 1². അപ്പൊ എത്ര ഇലക്ട്രോൺ കിട്ടും? 2 ഇലക്ട്രോൺ. അടുത്ത ഷെല്ലിനെ നമ്മൾ പേരിട്ടേക്കണത് L ഷെല്ല്. അതായത് എന്നിന്റെ വാല്യൂ 2 ആണ്. 2 എന്ന് പറയുമ്പോ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 × 2². അപ്പൊ നമുക്കറിയാം ഓക്കെ 4 × 2 8 ആണെന്ന് അറിയാം. അടുത്ത ഷെല്ല് M ഷെല്ല്. അതായത് എന്നിന്റെ വാല്യൂ 3 ആണ്. 3 എന്ന് പറയുമ്പോൾ 2 × 3² = 18. അടുത്ത ഷെല്ല് n = 4. നാലാമത്തെ ഷെല്ല് എന്ന് പറയുന്നതാണ് n = 4 എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ ഒന്നാമത്തെ ഷെല്ല് n = 1. രണ്ടാമത്തെ ഷെല്ല് എന്ന് പറഞ്ഞാൽ n = 2. മൂന്നാമത്തെ ഷെല്ല് എന്ന് പറഞ്ഞാൽ n = 3. ഒന്നെങ്കിൽ നമുക്ക് KLMNO എന്നുള്ള രീതിയിൽ പേരിടാം, അല്ലെങ്കിൽ 1 2 3 4 എക്സെട്ര. ഓക്കെ, n ഷെല്ലിന്റെ വാല്യൂ 2 × 4² 32. തന്നെയാണ് ഈ കൊടുത്താണ്. K ഷെല്ലില് പരമാവധി 2 ഇലക്ട്രോൺ കൊള്ളും. L ഷെല്ലിലാണെങ്കിൽ 8 ഇലക്ട്രോൺ, M-ലാണെങ്കിൽ 18 ഇലക്ട്രോൺ, N-ലാണെങ്കിൽ 40, നാലാമത്തെ ഷെല്ലിൽ 32 ഇലക്ട്രോൺ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഏതെങ്കിലും ഒന്നും കൂടി പറയണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കണത്. സ്പീഡ് കൂടുതലാണ്, കുറച്ച് സ്പീഡ് കുറയ്ക്കാമോ? കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആണോ? ഓക്കെ ഓക്കെ, ഒന്നും കൂടി പറയണോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സജഷൻ ഉണ്ടോ? ഓക്കെ, എന്തോ ആരോ പറയണ്ടെന്നാണ്. ഒന്നും കൂടി പറയണേ. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ തൊട്ടായിരിക്കും ബോർ മോഡലോ. ബോർ മോഡൽ അനുസരിച്ച് നമ്മളിപ്പോ പറയണത് ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യണ ഒരു പ്രത്യേക ഒരു സഞ്ചാര പാതയുണ്ട്. അതിനെയാണ് നമ്മൾ പറയണത് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്ന് പറയണത്. ഓക്കെ, ഇപ്പൊ ഇത് ന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ആദ്യത്തെ ഷെല്ലിനെ നമ്മൾ ബോർ മോഡലിന്റെ ഘടനയാണോ ചോദിക്കണേ? അല്ല, ആറ്റത്തിന്റെ ആറ്റത്തിന്റെ ഘടന. ഓക്കെ ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ആറ്റം എന്ന് പറഞ്ഞൊരു എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയണ അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം കൊണ്ട് നിർമ്മിതമാണ്. ഓക്കെ, അപ്പൊ ഈ ആറ്റത്തിന്റെ സെന്ററിനെ നമ്മൾ പറയണ പേരാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ സെന്ററിനെ പറയണ പേര് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്നത്, ചുറ്റും റിവോൾവ് ചെയ്യണത് ഇലക്ട്രോൺസ്. ഈ ന്യൂക്ലിയസിലുള്ളതാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും. ന്യൂക്ലിയസിലുള്ളത് പ്രോട്ടോണുകളും. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇത് കണ്ട ഈ ഒരു ഇങ്ങനെ റിവോൾവ് ചെയ്യണ കണ്ടില്ലേ? ഈ പച്ച കളറിലുള്ളതാണ് ഇലക്ട്രോൺ എന്ന് പറയണത്. ഈ പറഞ്ഞ റെഡ് കളറിലുള്ളതാണ് പ്രോട്ടോൺ, നീല കളറിലുള്ളത് ന്യൂട്രോൺസ്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ന്യൂക്ലിയസ്, ഈ ഉള്ളിലുള്ള സർക്കിൾ ഇല്ലേ, ന്യൂക്ലിയസിന്റെ ഇതിന്റെ ഉള്ളിലാണ്, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ഏത്? നമ്മുടെ ഈ പറഞ്ഞ പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഇവിടെ നോക്കിയേ, ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് ഈ പറഞ്ഞ ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ മാതിരി നമ്മൾ നേരത്തെ പറഞ്ഞതേ
ഈ വട്ടത്തിന്റെ ഉള്ളിൽ കാണില്ലേ, ഈ മഞ്ഞ കളർ വട്ടത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ പ്രോട്ടോൺസും ന്യൂട്രോൺസും കാണപ്പെടുന്നത്. ഈ പറഞ്ഞ ന്യൂക്ലിയസിന് പുറത്ത് ഈ പച്ച കളറിൽ കാണപ്പെടുന്നതാണ് ഇലക്ട്രോൺസ്. ഇനി ഈ ഒരു വേറൊരു സർക്കിൾ പോലെ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ഈ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്. അത് സഞ്ചരിക്കുന്ന ഒരു സഞ്ചാര പാതേനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയണത്. അപ്പൊ ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗത്തിനെ നമ്മൾ പറയണത് പേര് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. ഇനി ന്യൂക്ലിയസിന് പുറത്തായിട്ട് കാണപ്പെടുന്നത് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്നതാണ്, അതായത് ഈ റെഡും ബ്ലൂ ഇട്ട് കാണിച്ചേക്കണത്, ന്യൂക്ലിയസിൽ കാണപ്പെടുന്നതാണ് പ്രോട്ടോൺസും അതേപോലെ തന്നെ ന്യൂട്രോൺസും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന്റെ ചാർജ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ്, പ്രോട്ടോണിന്റെ ചാർജ് ആണെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോൺ ആണെങ്കിൽ ചാർജ് ഇല്ല, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. ഓക്കെ. പിന്നെ നമ്മൾ ഇതിന്റെ ഇലക്ട്രോൺ നമ്മൾ പറഞ്ഞു, ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പിന്നെ ബോണ്ടുകളൊക്കെ പറയും. മാഡം ആ ചാർജിന്റെ കാര്യം ഒന്ന് പറയോ, ഏതൊക്കെ അതൊന്നും എഴുതാൻ പറ്റിയില്ല. ഓക്കെ, ചാർജ് ആദ്യം നമ്മൾ പറഞ്ഞത് ന്യൂക്ലിയസിന്റെ ചാർജ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ ആണെങ്കിൽ ചാർജ് ഇല്ല. പിന്നെ നമ്മൾ കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളുടെ പേര് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൻ-ആർ-ടി-സി എന്ന് പറയണത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞാണ് ആറ്റത്തിന്റെ മോഡൽ. ഈ ആറ്റത്തിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ന്യൂക്ലിയസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് ഒക്കെ ഇരിക്കണേന്നൊക്കെ പറയുന്ന ഒരു മോഡലാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലാണ്, അല്ലെങ്കിൽ റെസിൻ പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ. രണ്ടാമതാണ് റൂദർഫോർഡിന്റെ മോഡൽ. അതിൽ അദ്ദേഹം ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ടാണ് ഈ പറഞ്ഞ ന്യൂക്ലിയസ് ഒക്കെ കണ്ടുപിടിച്ചത്. ഈ പറഞ്ഞ ന്യൂക്ലിയസും ഇലക്ട്രോൺ, പ്രോട്ടോൺ ഇതൊക്കെ കണ്ടുപിടിച്ചത് ഓരോ എക്സ്പെരിമെന്റ്സ് ഒക്കെ വഴിയാണ്. നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണില്ല എന്നുള്ളൂ കേട്ടോ. ഓക്കെ. പിന്നെ അദ്ദേഹമാണ് ഈ പറഞ്ഞ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞ സാധനം ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യണു എന്നൊക്കെ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. പക്ഷെ അതിന്റെ കുറച്ചുകൂടി വ്യക്തമായിട്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ റൂദർഫോർഡിന് പറ്റിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഫെയിലിയർ. അടുത്ത നമ്മൾ പറഞ്ഞതാണ് ബോർ മോഡൽ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ആ ഫിഗറിൽ നോക്കിയേ, ഈ പറഞ്ഞ ഇതിപ്പോ ഒരു ആറ്റാണെങ്കിൽ ആറ്റത്തിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ആണ് നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ സഞ്ചാര പാതേനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു, ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറഞ്ഞു. ഓക്കെ. ഈ സഞ്ചാര പാതേനെ നമ്മൾ പറഞ്ഞു ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. ഇങ്ങനെ കുറെ ഓർബിറ്റും ഷെല്ലുകളും നിങ്ങൾ ഇതിൽ കണ്ടില്ലേ? അതിൽ ഓരോ ഓർബിറ്റിനെ നമ്മൾ പേരിട്ടേക്കണതാണ്. ഒന്നാമത്തേനെ കെ ഷെൽ എന്ന് പേരിട്ടു, രണ്ടാമത്തെ എല്, മൂന്നാമത്തെ എം, നാലാമത്തെ എൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെ പോണു അത്. അപ്പൊ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് 2n² എന്ന് പറഞ്ഞത്. അതായത് ഒന്നാമത്തെ കെ ഷെല്ലില് 2 × 1². ഈ 1 ഇവിടെ നിന്ന് കിട്ടി, ഒന്നാമത്തെ ഷെല്ല്. അപ്പൊ 2 ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലായി. അടുത്ത എൽ ഷെല്ല്, അതായത് രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പൊ 2 × 2², 8 ഇലക്ട്രോൺ ആണ്. മൂന്നാമത്തെ എം ഷെൽ എന്ന് പറയുമ്പോൾ n = 3 ആണ്. അപ്പൊ 18 ഇലക്ട്രോൺ. n ആണെന്നുണ്ടെങ്കിൽ n ഷെല്ലിൽ 2 × 4², 32. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. അതാണ് ഈ എഴുതിയേക്കണത് കേട്ടോ. ഇനി നമ്മള് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പഠിക്കണത്. നമ്മളിപ്പോ പീരിയോഡിക് ടേബിൾ ഇപ്പൊ നമ്മള് കെമിസ്ട്രി പഠിക്കുമ്പോൾ അറിയാം, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിൽ, അങ്ങനെ ഒരുപാട് മൂലകങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ആദ്യത്തെ 20 പഠിച്ചാൽ നല്ലതാണ്.
പറ്റി ഞാനത് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ കുറച്ച് ആറ്റോമിക് നമ്പറും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതിന്റെ ആയാലും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആറ്റോമിക് നമ്പർ തരും. ചിലതിന്റെ ആറ്റോമിക് നമ്പർ സാധാരണ പേസ് തരാറുണ്ട്. കോമൺ ആയിട്ടുള്ള ആദ്യത്തെ ഇരുവാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പഠിക്കണത്. ഓക്കെ, ഒരു രണ്ടൂന്നാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് നിങ്ങൾ സ്വയം എഴുതി നോക്കണേ, ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് എഴുതി നോക്കണേ. ആദ്യത്തെ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. ഈ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം കേട്ടോ. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞത് ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോൺ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ, ആ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ആറ്റോമിക് നമ്പർ എന്ന് പറയുക. അതിനെ സെഡ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ, ക്യാപിറ്റൽ സെഡ്. അപ്പോൾ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്, അതായത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം 1 ആണ്. ഓക്കെ, അത് ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊക്കെ തുല്യമാണ് കേട്ടോ, അത് നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോ നമുക്കറിയാം അതിന്റെ കെ ഷെല്ലില് ഈ പറഞ്ഞ ഒന്നാമത്തെ ഇലക്ട്രോൺ കെ ഷെല്ലിലേക്കാണ് പോണത്. കെ ഷെല്ലിൽ നമ്മൾ നേരത്തെ പഠിച്ചു മാക്സിമം എത്ര ഇലക്ട്രോൺസ് പറ്റും, 2 ഇലക്ട്രോൺ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കെ ഷെല്ലില് ഇല്ലേ. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കെ ഷെല്ലില് മാക്സിമം 2 ഇലക്ട്രോൺ പറ്റും. അപ്പൊ ഹൈഡ്രജന് ആകെ ഒരു പ്രോട്ടോണേ ഉള്ളൂ, അത് ഏത് ഇതിൽ പോയി, കെ ഷെല്ലിലാണ് ഫില്ലായത്. ഇനി അടുത്തത് ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡ് ഉള്ളത് പറയാം. കാർബൺ ആറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4 എന്നാണ് വരിക. അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ 2 ഇലക്ട്രോൺ കെയില് ആദ്യത്തെ ഇലക്ട്രോൺസ് ആദ്യത്തെ 2 ഇലക്ട്രോൺ ഏതിൽ പോകും, കെ ഷെല്ലിലേക്ക് പോകും. ഓക്കെ, കെ ഷെല്ലിൽ നമ്മൾ പറഞ്ഞു മാക്സിമം 2 ഇലക്ട്രോണേ പറ്റുള്ളൂ. അത് ആദ്യത്തെ 2 ഇലക്ട്രോൺ ഈ പറഞ്ഞ കെ ഷെല്ലിൽ ഫില്ലാവും. പിന്നെ ബാക്കി നമുക്കറിയാം 6 - 2 എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോൺ ആണ്. ആ 4 ഇലക്ട്രോൺ ആണ് എൽ ഷെല്ലില് ഫില്ലാവണത്. അതെന്തുകൊണ്ടാ, എല്ലില് നമുക്കറിയാം മാക്സിമം എത്ര ഇലക്ട്രോൺ വരെ പറ്റും, 8 ഇലക്ട്രോൺ വരെ പറ്റും. ഓക്കെ, 8 ഇലക്ട്രോൺ വരെ പറ്റും. അപ്പോ ആകെ ഇവിടെ ഇനിയിപ്പോ 4 ഇലക്ട്രോണേ ബാക്കിയുള്ളൂ. ആ 4 ഇലക്ട്രോൺ എൽ ഷെല്ലിലേക്കാണ് പോണത്. ഇനി ഒരു 2 നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ, നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി നോക്കുക. സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് എഴുതി നോക്കിയേ, എല്ലാവർക്കും കിട്ടണ്ടോ നോക്കിയേ. ഒന്ന് ട്രൈ ഔട്ട് ചെയ്യും. എഴുതി കഴിഞ്ഞോ? ഓക്കെ, നിങ്ങൾക്ക് ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്യാട്ടോ. എനിക്ക് കുറച്ചും കൂടി മനസ്സിലാവൂല്ലോ നിങ്ങൾക്ക് എഴുതാൻ കിട്ടണ്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ ഇത്തിരി ഫാസ്റ്റിൽ പോവും. ഓക്കെ, എന്താ കിട്ടിയത്? ആരെങ്കിലും ഒരാളൊന്ന് പറയൂ. ഞാൻ പേര് വിളിക്കണോ? കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളൊന്ന് ആൻസർ പറഞ്ഞേ. ഓക്കെ ഓക്കെ, അർച്ചന ഒക്കെ പറയുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 281 ആണ് കിട്ടിയത് അല്ലെ? ഓക്കെ, 281 എന്നാണ്. ഓക്കെ, സോഡിയം, അതായത് സോഡിയത്തിന്റെ ആദ്യത്തെ 2 ഇലക്ട്രോൺസ് കെ ഷെല്ലിൽ പോകും. അതായത് നമ്മൾ പറഞ്ഞു കെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഉണ്ട്, 2 ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് നമുക്കറിയാം പിന്നെ 8 ഇലക്ട്രോൺസ് എൽ ഷെല്ലിൽ. എല്ലിൽ ആകെ 8 ഇലക്ട്രോൺസ് ആണ് പറ്റുള്ളൂ. അപ്പൊ അത് എല്ലിൽ കൊണ്ടിട്ടു. അപ്പൊ 2 + 8 10 ആയി. ഇനി ബാക്കി 1 ഇലക്ട്രോൺ ഉണ്ട്, അത് എം ഷെല്ലില്. ഇത് ക്ലിയർ ആവാത്തവരെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. നൈട്രജൻ നോക്കാം. നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. ആദ്യത്തെ 2 ഇലക്ട്രോൺസ് കെ ഷെല്ലില് ഫില്ലായി. ബാക്കി ആകെ 5 ഇലക്ട്രോണേ ഉള്ളൂ. അത് ഏതിലേക്ക് പോയി, എല് എന്നുള്ള ഷെല്ലിലേക്ക് പോയി. ഓക്കെ, ഇനി ഇതിലൂടെ കാൽസ്യം ഇട്ടുണ്ട്. നിങ്ങളൊന്ന് പൊട്ടാസ്യത്തിന്റെ ഒന്ന് എഴുതി നോക്കോ, അല്ലേ വേണ്ട? ഓക്കെ, പൊട്ടാസ്യം എഴുതി നോക്കിയേ നിങ്ങള്. 19 ആണ് ആറ്റോമിക് നമ്പർ. നിങ്ങളൊന്ന് എഴുതി നോക്ക്. എഴുതി നോക്കിയിട്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
19 കേട്ടോ ആറ്റോമിക് നമ്പർ. ഓക്കെ, മെജോറിറ്റി എല്ലാവരും 2, 8, 9 ആണ് പറയണത്. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, പക്ഷെ അത് തെറ്റാണ്. കാര്യം നിങ്ങൾ പറയണ രീതിയിൽ ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച രീതി അനുസരിച്ച് ആദ്യത്തെ കെ ഷെല്ലില് 2 ഇലക്ട്രോൺ കൊള്ളും, അപ്പൊ 2 എഴുതി. അത് കഴിഞ്ഞ് എൽ ഷെല്ലില് 8 ഇലക്ട്രോൺസ് കൊള്ളും, അപ്പൊ നമ്മൾ 8 എഴുതി, അപ്പൊ 10ആയി. 2 + 8 10ആയി. എം ഷെല്ലില് നമ്മൾ നേരത്തെ പറഞ്ഞു 18 ഇലക്ട്രോൺസ് കൊള്ളുമെങ്കിലും 9 എന്ന് എഴുതാൻ പറ്റില്ല. അത് ഈ ഒക്ടക്റ്റ് റൂള് എന്ന് പറയുന്ന ഒരു റൂൾ കൊണ്ടാണ് 9 എന്ന് എഴുതാൻ പറ്റാത്ത. അതായത് ഒക്ടക്റ്റ് എന്ന് പറഞ്ഞാൽ അഷ്ടക നിയമം എന്ന് പറഞ്ഞ ഒരു നിയമമാണ്. അവസാനത്തെ ഇലക്ട്രോൺ എപ്പോഴും 8 ആവാനുള്ള സ്റ്റേബിൾ ആവാനുള്ള ഒരു കണ്ടീഷനാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ 2, 8, 8 വേണമെന്ന് എഴുതാൻ പറ്റുള്ളൂ. ഈ എം ഷെല്ലിന്റെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞിട്ടുള്ളതിനൊന്നും കുഴപ്പമില്ല. അത് ഇതെങ്ങനെ വന്നേന്നുള്ളത് നമ്മൾ പിന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കും. ഇത് ബോർ മോഡലിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. അത് എന്തുകൊണ്ടാണ് 2, 8, 9 എന്ന് എഴുതാൻ പറ്റാത്ത എന്ന് കാര്യം എമ്മില് 18 ഇലക്ട്രോൺസ് കൊള്ളുമെങ്കിലും എന്തുകൊണ്ട് 9 എന്ന് എഴുതാൻ പറ്റാത്തതെന്ന് വിശദീകരണം ബോറിന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 2881 ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. 2881. ഇപ്പൊ നോക്കിയ കാൽസ്യത്തിന്റെ നോക്കിയാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതാൻ 10 എന്ന് എഴുതാനാ തോന്നുക അല്ലെ. ആദ്യത്തെ കെ ഷെല്ലില് 2 ഇലക്ട്രോൺ, എല്ലില് 8 ഇലക്ട്രോൺ, അപ്പൊ 10ആയി. ബാക്കി 10 ഇതിൽ എഴുതി കൂടെ എന്ന് വിചാരിക്കും, പക്ഷെ എഴുതാൻ പാടില്ല. 8ന് മുകളിലേക്കുള്ള ഡിജിറ്റ്, അതായത് 9, 10, 11 അതൊന്നും എഴുതാൻ പറ്റില്ല. പിന്നെ എഴുതാൻ പറ്റണമെങ്കിൽ 18 എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, 8 വരെയുള്ളത് എഴുതാം. അത് കഴിഞ്ഞ് പിന്നെ 18 കഴിഞ്ഞിട്ടുള്ളത് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. 2, 8, അത് കഴിഞ്ഞ് 8 കഴിഞ്ഞിട്ട് 2 എഴുതാം. 9, 10, 11 ഒന്നും എഴുതാൻ പറ്റില്ല. ഓക്കെ, അത് ഒരു ഒക്ടക്റ്റ് റൂൾ എന്ന് പറഞ്ഞ ഒരു റൂൾ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇനി അടുത്തത് ആറ്റത്തിന്റെ സവിശേഷതകൾ. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഇതാണ് കേട്ടോ. ആറ്റോമിക് നമ്പർ എന്താണെന്ന് നമ്മൾ നേരത്തെ ഇപ്പൊ പഠിച്ചു. ഒരു മൂലകത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ന് പറയുക ആറ്റോമിക് നമ്പർ എന്ന് പറയുക. പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുക. അതിനെ നമ്മൾ Z എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ ആറ്റോമിക് നമ്പർ Z എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ അത് ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോടും തുല്യമാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ആറ്റോമിക് നമ്പർ Z എന്ന് പറയണത് പ്രോട്ടോണുകളുടെ എണ്ണത്തോടും ഇലക്ട്രോണുകളുടെ എണ്ണത്തോടും തുല്യമാണ്. ഇലക്ട്രോൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ന്യൂക്ലിയസിന് പുറത്തായിട്ട് റിവോൾവ് ചെയ്യണതാണ് ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യണ സഞ്ചാരപാതേനെ നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നു. പ്രോട്ടോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിനകത്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി മാസ് നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അതിന് റെപ്രസെന്റ് ചെയ്യണ ലെറ്റർ A ആണ്. അത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിന്, ടോട്ടൽ എണ്ണത്തിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂടി കൂട്ടണതാണ് മാസ് നമ്പർ. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ആണ്. ഇത് മനസ്സിലായില്ല എന്ന് വെച്ച് വിഷമിക്കണ്ട, നമ്മൾ ഇത് വെച്ചിട്ട് ഇനി പ്രോബ്ലം ചെയ്യും. ഇത്രയും ക്ലിയർ ആയല്ലോ? ആറ്റോമിക് നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് മനസ്സിലായില്ലേ? ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണാണ്. അത് എന്തിനോട് ഈക്വൽ ആണ്? ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് ഈക്വൽ ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിനെയാണ് നമ്മൾ പറയണത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇത് വെച്ച് പ്രോബ്ലം പോലെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരാം. ഇത് നോക്കിയേ, എലമെന്റ് ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ആണ്. ഈ മോളിൽ എഴുതിയേക്കണം 16 എന്നുള്ളതാണ് ഇതിന്റെ മാസ് നമ്പർ. മാസ് നമ്പർ നമ്മൾ ഏത് ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും? A എന്ന ലെറ്റർ വെച്ചാണ് നമ്മൾ മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുക.
ഓക്കെ, ഓക്സിജന്റെ മാസ് നമ്പർ 16 ഇങ്ങനെയൊക്കെ തരും കേട്ടോ, സിമ്പൽ ഒക്കെ തരും PSC, അല്ലെങ്കിൽ സൈഡ് ഇങ്ങനെ എഴുതി തരും. മാസ് നമ്പർ 16 ആറ്റോമിക് നമ്പർ 8 ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ തരും കേട്ടോ. ഓക്കെ, അപ്പൊ മാസ് നമ്പർ 16 ഇതിവിടെ മോള് കൊടുത്തുണ്ട്. ഈ മോളിൽ കാണാണതിനെയാണ് നമ്മൾ എന്ന് പറയാ മാസ് നമ്പർ എന്ന് പറയാ. താഴെ കൊടുത്തേക്കണതാണ് ആറ്റോമിക് നമ്പർ, അത് എത്രയാ? 8. അങ്ങനെയാണ് ഈ പ്രോട്ടോണുകളുടെ എണ്ണം എങ്ങനെയാ കണ്ടുപിടിക്കുക? പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റോമിക് നമ്പർ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണം 8. ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് ഈ പറഞ്ഞ ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 8. ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ 16 - 8, അതായത് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. അപ്പൊ എത്ര കിട്ടും? 8. പിന്നെ നമ്മൾ പറഞ്ഞു ആറ്റോമിക് നമ്പർ അനുസരിച്ചാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണേന്ന്. അപ്പൊ അതെ, ആറ്റോമിക് നമ്പർ 8 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ആദ്യത്തെ K ഷെല്ലില് 2 ഇലക്ട്രോണും അടുത്ത L ഷെല്ലില് 6 ഇലക്ട്രോണും. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6. ക്ലിയർ ആയോ? അത് ഒന്നും കൂടി പറയണോ? എന്താ? ഒന്നും കൂടി പറയണം. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഇതിപ്പോ ഓക്സിജന്റെ നമ്മള് മോളിൽ എഴുതിയേക്കണതാണ് മാസ് നമ്പർ. അതായത് മോളിൽ എഴുതിയ 16 എന്നുള്ളതാണ് മാസ് നമ്പർ. 16 എന്നുള്ളത് മാസ് നമ്പർ. ഇതിൽ ക്വസ്റ്റ്യൻ വരണത്, PSCയുടെ ക്വസ്റ്റ്യൻ വരാൻ പോണത് ഒന്നെങ്കിൽ ഇങ്ങനെ തരും, അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ 8ഉം മാസ് നമ്പർ 16ഉം ഉള്ള ഒരു എലമെന്റിന്റെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓക്സിജൻ തരും, അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ തരാം. അപ്പൊ ഇങ്ങനെ ഒരു എലമെന്റ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പർ ഇങ്ങനെയാണ് താറ്റണേന്നുണ്ടെങ്കിൽ മുകളിൽ എഴുതിയേക്കണതാണ് മാസ് നമ്പർ. മുകളിൽ എഴുതിയേക്കണത് മാസ് നമ്പർ. ആ മാസ് നമ്പറിനെ നമ്മൾ A എന്ന ലെറ്റർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. മുകളിൽ എഴുതിയേക്കണത് മാസ് നമ്പർ, A എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുക. താഴെ എഴുതിയേക്കണതാണ് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യണ ലെറ്റർ ആണ് Z. അപ്പൊ താഴെ എഴുതിയേക്കണത് 8 ആണ് അല്ലെ ഇവിടെ. അപ്പൊ ആറ്റോമിക് നമ്പർ 8. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രോട്ടോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം, ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം, ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കണ്ടുപിടിക്കണം. പ്രോട്ടോണുകളുടെ എണ്ണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താ പ്രോട്ടോണുകളുടെ എണ്ണം? ആറ്റോമിക നമ്പറിനോട് ഈക്വൽ ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ അതെന്തിനോടും കൂടി ഈക്വൽ ആയിരിക്കും? ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോടും കൂടി ഈക്വൽ ആയിരിക്കും. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണത്തിനോടും അത് തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ആറ്റോമിക് നമ്പർ 8 ആണെന്ന് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 8. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 8. ഇനി ആകെ കണ്ടുപിടിക്കേണ്ടത് ഏതാ? ന്യൂട്രോണുകളുടെ എണ്ണം. ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാ കണ്ടുപിടിക്കുക? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പൊ 16 - 8 ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാ? ഈ ആറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ആറ്റോമിക് നമ്പർ 8 ആണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ 2 ഇലക്ട്രോൺ K ഷെല്ലിൽ പോവും, പിന്നെ അടുത്ത 6 ഇലക്ട്രോൺ ഏതിൽ പോവും? L ഷെല്ലിൽ പോവും. ഓക്കെ, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡൗട്ട് ചോദിക്കണതാണോ? ഒന്ന് എനിക്ക് ക്ലിയർ ആവണില്ല, ഒന്ന് ചാറ്റിലൊന്നും ഇടോ? ഡൗട്ടാണോ? വെറുതെ ആരെങ്കിലും സംസാരിക്കണതാണോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തത് ഒരെണ്ണം നിങ്ങൾ ചെയ്ത് നോക്കിയേ. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ A- Z ഇല്ലേ, മാസ് നമ്പർ അല്ല ന്യൂട്രോണിന്റെ കണ്ടുപിടിക്കാൻ A- Z എന്നില്ലേ, എപ്പോഴും A ലാർജർ ആയിരിക്കോ? എപ്പോഴും മാസ് നമ്പർ ആയിരിക്കും കൂടുതൽ. മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ആയിരിക്കും, മാസ് നമ്പർ ആയിരിക്കും എപ്പോഴും കൂടുതൽ.
ഓക്കെ. ഓക്കെ, അടുത്തത് ഒരെണ്ണം നിങ്ങൾ എഴുതി വെച്ചോ, ഒന്ന് എഴുതിക്കോട്ടാ. സോഡിയത്തിന്റെ മാസ് നമ്പർ 23, അത് നിങ്ങൾ എഴുതി വെച്ചോ. ഈ റെപ്രസെന്റേഷൻ ഞാൻ അത് കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചു തരാം. മാസ് നമ്പർ 23, ആറ്റോമിക് നമ്പർ 11. നിങ്ങൾ ചെയ്തു നോക്കണേ. സോഡിയത്തിന്റെ മാസ് നമ്പർ 23യും ആറ്റോമിക് നമ്പർ 11. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് പ്രോട്ടോണിന്റെ എണ്ണം കണ്ടുപിടിക്കണം, ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കണം, ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കണം, അതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഒന്ന് വേഗം ഒന്ന് ചെയ്തിട്ടൊന്ന് ചാറ്റിൽ ഇടുവോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ആ, കുറെ പേരൊക്കെ ആൻസർ പറയുന്നുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടി ഇടണേ. കുറച്ച് പേര് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, എഴുതി നോക്കിക്കോളൂ, പിന്നീട് അല്ലെങ്കിൽ ചെയ്യാൻ കിട്ടില്ല കേട്ടോ. ഇത് പോരല്ലോ, 56 പേരൊക്കെ ഉണ്ട്. ആൻസർ പകുതി പേരുടെയും കാണില്ല. ന്യൂട്രോണിന്റെ എണ്ണമൊക്കെ ഒന്ന് മര്യാദയ്ക്ക് മൈനസ് ചെയ്യട്ടോ, അല്ലെങ്കിൽ തെറ്റുത്തരം കിട്ടും. ഓക്കെ, ഇനി ആരെങ്കിലും ഒക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ കുറെ പേർക്കൊക്കെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കണു. നമുക്കൊന്നുകൂടെ പറയാം. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. സോഡിയം, ഈ എൻ എന്നൊക്കെ എഴുതിയേക്കണത് സോഡിയത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണ വാക്കുകളാണ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്സിജനെ ആണെങ്കിൽ O വെച്ച് റെപ്രസെന്റ് ചെയ്യും. നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ കെമിസ്ട്രി ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യണ ലെറ്റേഴ്സ് ഒന്ന് നോക്കി പൊക്കോളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ ഇതൊക്കെ ഹൈഡ്രജൻ H വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. ഹീലിയം ആണെങ്കിൽ HE, ലിഥിയം ആണെങ്കിൽ Li, കാർബൺ ആണെങ്കിൽ C, നൈട്രജൻ ആണെങ്കിൽ N, ഓക്സിജൻ O, സോഡിയത്തിനെ റെപ്രസെന്റ് ചെയ്യണ ലെറ്റർ Na വെച്ചിട്ടാണ് കേട്ടോ. കാൽസ്യം ആണെങ്കിൽ Ca. ഓക്കെ, അതതിന്റെ വേറെ ലാറ്റിൻ വേർഡ് ഒക്കെ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണതാണ്. അത്രയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് സോഡിയത്തിന്റെ മാസ് നമ്പർ നമ്മൾ പറഞ്ഞു. പ്രോട്ടോണും ഇലക്ട്രോണും സെഡ് തന്നെയാണോ എഴുതാ? അത് എഴുതിയേക്കണത് ഇത് എഴുതി വെച്ചേക്കണതേ ഇതിന്റെ എണ്ണത്തിനോട് തുല്യാണെന്നുള്ള രീതിയിൽ എഴുതി വെച്ചേക്കണം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്. ആറ്റോമിക് നമ്പറിന് സെഡ് വെച്ചാണല്ലോ റെപ്രസെന്റ് ചെയ്യുക, അത് വെച്ച് എഴുതി വെച്ചേക്കണതാണ്. ശരിക്കും വേറെ ഒന്നുമില്ല അല്ലെ? നമ്മൾ സാധാരണ ഇങ്ങനെ പ്രോട്ടോൺ പി അല്ലെങ്കിൽ ഈ അങ്ങനെ പറയാറില്ല, നമ്മൾ പ്രോട്ടോൺസ് തന്നെയാ പറയാറ്. ഈ സെഡ് ഉദ്ദേശിക്കണത് ഈ ആറ്റോമിക് നമ്പറിനോട് ഈക്വൽ ആണെന്നുള്ള രീതിയിൽ എഴുതി വെച്ചേക്കണതാണ് കേട്ടോ. ഓക്കെ, നമ്മള് പി എൻ എന്നൊക്കെ വെച്ചിട്ട് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെ നമ്മള് വരയ്ക്കുമ്പോഴൊക്കെ പിയും എൻ എന്ന് സ്മോൾ ലെറ്റർ എൻ ആണ് ന്യൂട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യുക. സ്മോൾ ലെറ്റർ പി വെച്ചിട്ട് പ്രോട്ടോണ് അങ്ങനെ എഴുതാറുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, പ്രോട്ടോണുകളുടെ എണ്ണം എന്തിനോട് ഈക്വൽ ആണ്? ആറ്റോമിക് നമ്പറിനോട് ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ സെഡ് ഈക്വൽ ടു 11 എന്ന് എഴുതി വെച്ചേക്കണത്. ഇത് ആറ്റോമിക് നമ്പർ, പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റോമിക് നമ്പറിനോട് തുല്യാണെന്നുള്ള രീതിയിൽ എഴുതി വെച്ചേക്കണതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റോമിക് നമ്പറിനോട് ഈക്വൽ ആണ്. അപ്പൊ 11.
പിന്നെ ഇലക്ട്രോണുകളുടെ എണ്ണവും നമ്മൾ പറഞ്ഞു അല്ലെ, പ്രോട്ടോണുകളുടെ എണ്ണത്തിനോട് തുല്യമായിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ 11. ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. ഇതെന്തായാലും പഠിക്കണേ. മാസ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എയും ആറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ സെഡും കേട്ടോ. ഓക്കെ, അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാ കണ്ടുപിടിക്കാം? 23 മൈനസ് 11. 12. ചാറ്റ് ബോക്സിൽ കുറച്ച് പേർക്ക് 11 തന്നെ കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു മൈനസ് ചെയ്തത് തെറ്റിപ്പോയതാണ്. ഓക്കെ, അപ്പൊ 23 മൈനസ് 11 12 കിട്ടി. പിന്നെ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മുടെ എന്ത് വെച്ച് എഴുതാ? ഈ പറഞ്ഞ ആറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പൊ ആദ്യത്തെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വന്നു, പിന്നത്തെ 8 ഇലക്ട്രോൺസ് എല്ലിൽ വന്നു, പിന്നെ ബാക്കി 2 + 8 10, ബാക്കി ഉള്ള ഒരു ഇലക്ട്രോൺ എം ഷെല്ലിൽ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 1. ക്ലിയർ ആയോ? ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ? ഈ ഇലക്ട്രോൺ പറഞ്ഞോ. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് എന്തായാലും പഠിക്കണേ. നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ പഠിക്കും. അപ്പൊ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പോലും എഴുതാൻ കിട്ടില്ലെങ്കിൽ നമുക്ക് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നും എഴുതാൻ മനസ്സിലാവില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണത് ഐസോടോപ്പ് എന്ന് പറഞ്ഞൊരു സാധനമാണ് കേട്ടോ. ഐസോടോപ്പ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കേണ്ടതാണ്. ഇങ്ങനെ കുറെ എലമെന്റ് വരും, എന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഐസോടോപ്പുകൾ തിരിച്ചറിയാന്ന് പറഞ്ഞ് ചോദിക്കണ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് കുറച്ച് ടഫ് ആക്കി ഇടണമെങ്കിൽ ഒരു 4 എലമെന്റ് ഇങ്ങനെ നിരത്തി പിടിച്ചു തരും. അതായത് ഇങ്ങനെ ഒരു സെറ്റ് തരും, പ്രോട്ടിയം ഡ്യൂട്ടീരിയത്തിന്റെ ഇങ്ങനെ ഒരു സെറ്റ്, അതുപോലെ ഇങ്ങനെ ഒരു സെറ്റ്, പിന്നെ ഒരു ബന്ധമില്ലാത്ത ഒരു 2-3 സെറ്റ് എന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഐസോടോപ്പുകൾ തിരിച്ചറിയുക. എന്നിട്ട് പറയും ഓപ്ഷൻ എ 1 2 ശരി, 2 3 ശരി, 3 4 ശരി. ആകെ പാടം ഒരു പകമയം. ഈ സിമ്പിൾ മാത്രമേ കാണുള്ളൂ, നമുക്ക് ഇത് എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അറിയില്ല. സംഭവം സിമ്പിൾ ആണ്. ഓക്കെ, ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇത് ഐസോടോപ്പിന് എക്സാമ്പിൾ ആണ്. ഈ പറഞ്ഞ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം, ഇത് ഐസോടോപ്പിന് എക്സാമ്പിൾ ആണ്. അതേപോലെ കാർബണിന്റെ ഈ പറഞ്ഞ 3 കാർബൺ ഐസോടോപ്പിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഒരു പ്രത്യേകം നോക്കിയേ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം സെയിം എലമെന്റ് അല്ലെ, ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ്. ഓക്കെ, ഐസോടോപ്പ് എന്താന്ന് പറയാ, അതായത് ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് എന്തുണ്ടാവും? ഒരേ ആറ്റോമിക് നമ്പർ ആയിരിക്കും. ഇവിടെ നോക്കിയേ, പ്രോട്ടിയത്തിന്റെ കേസിൽ ഇവിടെ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. ഇവിടെ ഡ്യൂട്ടീരിയത്തിന്റെ കേസിൽ ഇവിടുത്തെ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. ട്രിഷിയത്തിന്റെ കേസിൽ ഇവിടുത്തെ ആറ്റോമിക് നമ്പർ 1 ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും? വ്യത്യസ്ത മാസ് നമ്പർ അല്ലെ. ആദ്യത്തെ പ്രോട്ടിയത്തിന്റെ മാസ് നമ്പർ 1 ആണ്, ഡ്യൂട്ടീരിയത്തിന്റെ ആണെങ്കിൽ മാസ് നമ്പർ 2 ആണ്, ട്രിഷിയത്തിന്റെ ആണെങ്കിൽ എത്രയാ? മാസ് നമ്പർ 3 ആണ്. ഇനി ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, താഴെ തന്നിരിക്കുന്നവയിൽ ന്യൂട്രോൺസ് ഒന്നും ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഇത് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, ഏതായിരിക്കും? പ്രോട്ടിയാണോ, ഡ്യൂട്ടീരിയാണോ, ട്രിഷിയാണോ, ഏതായിരിക്കും? ഒന്ന് ചാറ്റിലിട്ടേ, ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ്. ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പൊ കുറെ പേർക്ക് കിട്ടി. ഓക്കെ, ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടിയാണ് അല്ലെ. മാസ് നമ്പർ നമ്മൾ പറഞ്ഞു 1 ആണ്, ആറ്റോമിക് നമ്പറും 1 ആണ്. അപ്പൊ 1 - 1 0. ഓക്കെ, ഡ്യൂട്ടീരിയത്തിന്റെ കേസില് ന്യൂട്രോണിന്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാന്ന് ചോദിച്ചാൽ അതേതാ? ഡ്യൂട്ടീരിയാണ്. ഇനി 2 ന്യൂട്രോൺസ് മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ചോദിച്ചാൽ അതേതാ? ട്രിഷിയാണ്. ഓക്കെ, ഇനി ഇവിടെ ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ ഡിഫറെന്റ് ആവും. ഞാൻ തെറ്റിപ്പോവാതിരിക്കാൻ ടോപ്പ് ഡിഫറെന്റ്, ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഉണ്ടല്ലോ ഇതില്, അപ്പൊ ടോപ്പ് ഡിഫറെന്റ് എന്നാണ് ഞാൻ ഓർത്ത് വെച്ചേക്കണേ, അപ്പൊ തെറ്റില്ല. അപ്പൊ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡിഫറെന്റ്, ടോപ്പിൽ എന്താ നടക്കണ? മാസ് നമ്പർ. ഓക്കെ, ഇവിടെ നോക്കിയ കാർബണിന്റെ ഐസോടോപ്സ് ആണ്. എല്ലാത്തിന്റെയും ആറ്റോമിക് നമ്പർ സെയിം ആണ് 6, പക്ഷെ എന്താ വ്യത്യാസം? മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. നോക്കിയേ, കാർബൺ 12ന്റെ മാസ് നമ്പർ 12 ആണ്, കാർബൺ 13ന്റെ മാസ് നമ്പർ 13 ആണ്, 14ന്റെ മാസ് നമ്പർ, കാർബൺ 14ന്റെ മാസ് നമ്പർ 14 ആണ്. ഓക്കെ, അപ്പൊ ഐസോടോപ്പ് എന്താന്ന് ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഒരേ മൂലകത്തിന്റെ തന്നെ
മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും, ആറ്റോമിക് നമ്പർ സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോടോപ്പ്. ഇതിങ്ങനെ കണക്ഷൻ വെച്ച് പഠിച്ചോളൂ. ഇനി അടുത്തത് നമ്മൾ ഐസോടോണും ഐസോബാറൊക്കെയാണ് ഡിസ്കസ് ചെയ്യണത്. അപ്പൊ ഇത് എന്താന്ന് മാറിപ്പോകും. ഓക്കെ, ഇനി ഈ ഐസോടോപ്പുകൾക്ക് കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഇതില് മെയിൻ ആയിട്ട് വരാറുള്ളതാണ് പറയണത് കേട്ടോ. കൊബാൾട്ട് 60 എന്ന് പറഞ്ഞ ഒരു ഐസോടോപ്പ് ഉണ്ട്. അത് നമ്മൾ ക്യാൻസർ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കണതാണ് കൊബാൾട്ട് 60. അതേപോലെ ഒരു ഉൽപാദനമൊക്കെ ഉണ്ട്. മെയിൻ ആയിട്ട് ക്യാൻസർ ചികിത്സയാണ് ചോദിക്കാറ്. അയോഡിൻ 131 അത് തൈറോയിഡ് രോഗമൊക്കെ കണ്ടെത്താനാണ്. വേറെയും കുറെ ഐസോടോപ്പ് ഉണ്ട്. നമ്മൾ ഡെയിലി സ്ഥിരമായിട്ട് വരുന്ന സാധനങ്ങളാണ് എഴുതിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ വരണതൊക്കെ ഉണ്ട്. കാർബൺ 14 അതായത് പുരാവസ്തുക്കളുടെയൊക്കെ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കാന്നാ പറയാ. അതായത് ഈ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ കാലപ്പഴക്കം, പുരാവസ്തുക്കളുടെ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് കാർബൺ 14 എന്ന് പറഞ്ഞ ഐസോടോപ്പ്. യുറേനിയം 235 ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് യുറേനിയം 235 എന്ന് പറഞ്ഞ ഐസോടോപ്പ്. ഇതൊക്കെ പഠിക്കണേ. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക്, അയഡിൻ 131 തൈറോയിഡ് രോഗങ്ങൾ കണ്ടെത്താനും അതിന്റെ ചികിത്സയ്ക്കും വേണ്ടി, കാർബൺ 14 പുരാവസ്തുക്കളുടെ പ്രായം കണ്ടെത്താൻ, യുറേനിയം 235 ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നു. അടുത്തതാണ് ഐസോബാറുകൾ. ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ കൊടുത്തേക്കണത് കാൽസ്യവും ഇവിടെ കൊടുത്തേക്കണത് ആർഗണും ആണ്. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഐസോടോപ്പില് സെയിം എലമെന്റ് തന്നെയാണ് ഹൈഡ്രജൻ. ഇവിടെ വേണമെങ്കിൽ കാർബൺ. ഇവിടെ നോക്കിയേ ഡിഫറെന്റ് എലമെന്റാ, കാൽസ്യം ആർഗണ കൊടുത്താണ്. പക്ഷെ അവിടെ എന്താണ് സെയിം? മാസ് നമ്പർ സെയിം ആണ് അല്ലെ? രണ്ടിന്റെ മാസ് നമ്പർ സെയിം ആണ്. പക്ഷെ എന്ത് ഡിഫറെന്റ്? ആറ്റോമിക് നമ്പറിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഐസോബാറുകൾ എന്ന് പറയാം. ഐസോബാർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് എലമെന്റിന്റെ മാസ് നമ്പർ സെയിം ആയിരിക്കും, ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഐസോബാർ എന്ന് പറയാം. അടുത്ത സാധനമാണ് ഐസോടോണുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈട്രജൻ, കാർബൺ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഇവിടെ മാസ് നമ്പറും വ്യത്യാസമാണ്, ആറ്റോമിക് നമ്പറും വ്യത്യാസമാണ്. പിന്നെ എന്തായിരിക്കും സെയിം? ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആണ്. ഇവിടെ 15 - 7 എന്ന് പറഞ്ഞ എത്രയാ? 8 ആണ്. ഇവിടെ 14 - 6 എന്ന് പറഞ്ഞാലും 8 ആണ്. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയേനെ പറയണ പേരാണ് നമ്മുടെ ഐസോടോണുകൾ എന്ന്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് പഠിച്ചു പോണമല്ലോ. ഞാൻ ചോദിക്കണ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ വേഗം ഒന്ന് ചാറ്റിലൊന്ന് ആൻസർ ഇട്ടാൽ നല്ലതായിരുന്നു. അപ്പൊ നിങ്ങൾക്കും പഠിക്കാമല്ലോ പെട്ടെന്ന്. ഇതില് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ്, നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ ചാർജിൽ ഇതിൽ ശരിയായത് ഏതാന്നും പറഞ്ഞാണ്. അതിപ്പോ ഞാൻ പറയണില്ല, അത് നിങ്ങൾക്ക് ഇത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക എന്ന് പറയണ പേര്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക എന്ന് പറയണ പേര് പ്രോട്ടോൺ ആണോ, ഇലക്ട്രോൺ ആണോ, ന്യൂട്രോൺ ആണോ എന്നാണ് ചോദിക്കണത്. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങണത്. ഓക്കെ, ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങണത് ഏതാ? ഇലക്ട്രോൺ ആണ്. ഓക്കെ, ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണികയാണ് ഇലക്ട്രോൺ. ഓക്കെ, ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ ആണ് കേട്ടാ. എല്ലാവരും ഒന്ന് ആൻസർ ഇടാൻ നോക്കിക്കോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണം.
രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവയ്ക്കുന്ന കണം ഏതാ? രാസപ്രവർത്തനത്തില് സെയിം ആൻസർ ആയതുകൊണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി, ഏതിനുള്ള ആൻസർ ആണോ പറയുന്നത്. ഓക്കെ, രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവയ്ക്കുന്ന ആറ്റോമിക കണമാണ് ഇലക്ട്രോൺ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞേല് ഈ 3 ക്വസ്റ്റ്യൻ ചോദിച്ചത് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാന്ന് ചോദിച്ചു, അത് ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിന് ചുറ്റും പരിക്രമണം ചെയ്യുന്നു, അതാണ് ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഏതാന്ന് ചോദിച്ചത്, അത് ഇലക്ട്രോൺ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന കണം ഏതാന്ന് ചോദിച്ചാലും അത് ഇലക്ട്രോൺ ആണ്. ഓക്കെ, വന്ന ക്വസ്റ്റ്യൻ കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ പറയണേ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ആറ്റം സിദ്ധാന്തം എന്ന് പറയുന്നത് ആറ്റോമിക് തിയറി ആണ് കേട്ടോ. അത് ആധുനിക എന്നുള്ള ഒരു വേർഡ് വന്നതുകൊണ്ട് ബോർ എന്ന് പറയരുത്, ആറ്റം തിയറിയാണ് ചോദിക്കുന്നത്. ആറ്റം തിയറി, ആറ്റോമിക തിയറി എന്ന് പറഞ്ഞ സാധനം ഡാൾട്ടന്റെ ആണ് അല്ലെ? മറ്റേത് ആറ്റത്തിന്റെ മോഡലാണ്. ഓക്കെ, ഈ ജെ തോമസിന്റെ ഒക്കെ ആറ്റം മോഡലാണ്. ആറ്റോമിക തിയറി, ആറ്റോമിക് സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം ആരുടെയാ? ജോൺ ഡാൾട്ടന്റെ സിദ്ധാന്തമാണ്. ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് എല്ലാ പദാർത്ഥങ്ങളും എന്താ പറയാ ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതാണെന്നൊക്കെ പറഞ്ഞ കുറച്ച് പോയിന്റ് പഠിച്ചില്ലേ? അതാണ് ചോദിക്കണത്. ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ജോൺ ഡാൾട്ടൺ ട്ടോ. അടുത്ത ക്വസ്റ്റ്യന്, ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം. ഞാൻ പറഞ്ഞു, ഒരാളെ മറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കണത് അവരുടെ എന്തെങ്കിലും ഒരു പ്രത്യേകതയാണല്ലോ, അതിനെ നമ്മൾ എന്തെന്ന് പറയും? അതിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന കണം അതേതാ? പ്രോട്ടോൺ അല്ലെ? പ്രോട്ടോൺ. ഓക്കെ, ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണാണ് പ്രോട്ടോൺ ട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനെ, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ സയന്റിസ്റ്റ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആറ്റത്തിന്റെ സൗരയൂഥ, നിങ്ങൾ എഴുതി വെച്ച നോട്ട്സിൽ നോക്കി പറഞ്ഞാലും മതി കേട്ടാ, ഒന്ന് മറച്ചു നോക്ക്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. പിന്നെ അദ്ദേഹത്തിന്റെ റൂദർഫോർഡ് എക്സ്പെരിമെന്റിന്റെ പേരാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് കേട്ടോ. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴിയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന്, ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഓപ്ഷൻ തരാവേ. ഓപ്ഷൻ എ 2n, ഓപ്ഷൻ ബി 2n², ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി n². ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് പറഞ്ഞാൽ മതി. ഓപ്ഷൻ എ 2n². ഓപ്ഷൻ ബി 2n² ആണ് ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. 2n². ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ പറയണത് വേറെ ഒന്നും കൊണ്ടല്ല, കെമിസ്ട്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് തുടക്കമാണല്ലോ, ഇച്ചിരി പാടായിരിക്കും. ഇത് എങ്ങനെയാ ക്വസ്റ്റ്യൻ വന്നതെന്ന് ഒരു പിടി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് PYക്ക് പറയണത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. വേഗം 2. ഓക്കെ, 2. അടുത്തൊരു ക്വസ്റ്റ്യനെ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ട് എഴുതിക്കോ. ആറ്റോമിക് നമ്പർ 11 മൂലകത്തിന്റെ എൽ ഷെല്ലില്, അതായത് രണ്ടാമത്തെ ഷെല്ലില്, എൽ ഷെല്ലില് എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? നിങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ലേണേഴ്സാണല്ലോ, പെട്ടെന്ന് കിട്ടുന്നില്ല ആൻസർ. എന്നാ ഈ ഒരു ക്വസ്റ്റ്യൻ പറയണേ, ഇതൊന്ന് ആലോചിച്ച് ഉത്തരം പറയണേ. കാൽസ്യത്തിന്റെ
ഓക്കെ, ആൻസർ ശരിയാണ് കേട്ടോ. 8 ആണ് കേട്ടോ ആൻസർ. ആറ്റോമിക സംഖ്യ 11 മൂലകത്തിന്റെ എൽ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. കാൽസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 20 ആണ്, 20. അതിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ. ആൻസർ വേഗം റിപ്ലൈ ചെയ്തേ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ. കുറെ പേര് തെറ്റിച്ചു, കുറെ പേര് ആൻസർ പറയണവരുണ്ട്. 20 ഒക്കെ പറയണ്ടല്ലോ ദൈവമേ. ആ, ഇതേ PSC തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. കുറെ പേര് തെറ്റിക്കും. നോക്കിയേ, ഇതിന്റെ ആൻസർ ഇങ്ങോട്ട് നോക്കിയാൽ അവര് ചോദിച്ചത് കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ, ഇലക്ട്രോണിന്റെ നമ്പർ അല്ല ചോദിച്ചത്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത് 2882. കുറെ പേരും ഈ 2 ആണ് ആൻസർ പറയണത്. ഈ 2 ആൻസർ പറയാൻ കാരണം എന്താ? ഇത് നമ്മൾ 2 ആൻസർ വരണമെങ്കിൽ ചോദിക്കണ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ 2 ആണ്. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 2 ആണ്. അവര് ചോദിച്ചത് ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? ഇത് എത്രാമത്തെ ഷെല്ലാ? ബാഹ്യതമ ഷെല്ല് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് ഉദ്ദേശിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ ഇതോ. കെ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ഷെല്ല്, എൽ എന്ന് പറഞ്ഞാൽ 2ാമത്തെ ഷെല്ല്, എം എന്ന് പറഞ്ഞാൽ 3ാമത്തെ ഷെല്ല്, എൻ എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഷെല്ല്. അപ്പൊ ആൻസർ എന്താ? 4. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് 4ാമത്തെ ഷെല്ല്, എൻ ഷെല്ലിന്റെ നമ്പറാണ് ചോദിച്ചത്. എൻ ഷെല്ലിന്റെ നമ്പർ 4 എന്നാണ് ആൻസർ കേട്ടോ. എന്നാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ച ആൻസർ എന്താവും? അത് 2 ആവും കേട്ടോ. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ ഒരു 10th ലെവൽ പ്രിലിംസിന് വന്നതാണ്. ഇത് കുറെ പേര് അന്ന് തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനെ, ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ പറയുന്ന പേര് എന്താ? സെയിം ആറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ കേട്ടാ. ഓക്കെ, കുറെ പേര് ആൻസർ പറയാനുണ്ട് ഐസോടോപ്പ്. ഓക്കെ, ശരിയാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതിൽ നിന്ന് ഐസോടോപ്പ് കണ്ടുപിടിക്കാനാണ് കേട്ടോ. അത് ഞാൻ 2 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേറെ ഇട്ടുതരാം. ഓക്കെ, അപ്പൊ നിങ്ങക്ക് ഈ ഭാഗത്തുനിന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ഒരു മോഡൽ കിട്ടിയില്ലേ? ക്ലിയർ ആണോ? ഒന്നും കൂടി പറയണോ? മൊത്തത്തിലൊന്ന് പറയണോ? ആദ്യം ഒന്ന് പറയണോ? ഓക്കെ, ഞാൻ 2-3 എലമെന്റും കൂടി വേണമെങ്കിൽ തരാം. നിങ്ങളൊന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കി ഒന്ന് പറയണേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയണതിന്റെ. ഓക്കെ ആണെന്ന് കുറെ പേര് പറഞ്ഞു. ഓക്കെ, ഞാൻ കുറച്ചും കൂടി എടുക്കണില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത്രയും ടൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. 2-3 എലമെന്റും കൂടി പറയാം. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കണേ. ആർഗൺ ആറ്റോമിക് നമ്പർ 18. നിങ്ങളൊന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കി. ആർഗൺ ആറ്റോമിക് നമ്പർ 18. ഓക്കെ, കുറെ പേര് എഴുതി 288 ആണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? 288 ആർഗണ്ട്. ഓക്കെ, ക്ലിയർ ആയി. അടുത്തൊരു ക്വസ്റ്റ്യന്, അലുമിനിയം ആറ്റോമിക് നമ്പർ 13. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിയേ. അലുമിനിയം ആറ്റോമിക് നമ്പർ 13 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ.
റെസ്പോണ്ട് ചെയ്യണവർ മാത്രം റെസ്പോണ്ട് ചെയ്യണുള്ളൂല്ലോ. നിങ്ങൾ നോട്ട്ബുക്കിലെങ്കിലും ഒന്ന് എഴുതി നോക്കിക്കോളൂ കേട്ടാ, പിന്നെ അല്ലെങ്കിൽ കിട്ടില്ല നിങ്ങൾക്ക്. ഓക്കെ, കുറെ പേര് ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, 283 കേട്ടാ. ഓക്കെ, 283. കാൽസ്യത്തിന് നിങ്ങൾ ഒന്നും കൂടി എഴുതി നോക്കിയേ. 20, കാൽസ്യം 20. തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണേ. കാൽസ്യം 20 കേട്ടോ. ഓക്കെ, 2882. ഓക്കെ, ഓക്കെ. അപ്പൊ ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലെ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇനി നമ്മുടെ ഇനിയുള്ള ടോപ്പിക്കുകളിൽ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതാൻ പഠിക്കും. അപ്പൊ നിങ്ങള് മനസ്സിലാവാത്തവര് ഒന്നും കൂടി ഒന്ന് എഴുതി നോക്കി പഠിക്കണേ. ഇനി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ? വേണ്ട. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി കൂടുതൽ എടുക്കണില്ല ഞാൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. ക്ലാസ് അയച്ചില്ലേ? താങ്ക് യു. നോട്ടല്ലേ? ഓക്കെ, അയച്ചു. താങ്ക് യു മാം.